வணக்கம் வணக்கம் எல்லாருக்கும் வணக்கம். തമിഴൊന്നല്ല, ബിഗ് ബോസ് തമിഴ് സീസൺ 8 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വിജയ് സേതുപതി ഹോസ്റ്റായിട്ട്, അതായത് കമൽഹാസൻ സാറിന് ശേഷം ഒരു പുതിയ ഹോസ്റ്റ് വന്നിരിക്കുകയാണ്. പുതിയ മുഖോ ഓമ്പോ ഇനിയൊരു പുതിയ മുഖോ. യെസ് ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു? അതായത് ബിഗ് ബോസ് സീസൺ 8ന്റെ ഫസ്റ്റ് ഇംപ്രഷൻ, തമിഴിന്റെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് എ ഹോസ്റ്റ് വിജയ് സേതുപതി എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം നമുക്ക് നോക്കണം. അതുപോലെ തന്നെ 18 കണ്ടസ്റ്റൻസിനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ്. മെൻ വേഴ്സസ് വുമൻ. ഇൻട്രസ്റ്റിംഗ്, ഇൻട്രസ്റ്റിംഗ്, അടിപൊളിയാണ്. വീടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മീൻസ് നമുക്കറിയാം, നമ്മുടെ മലയാളം വീട് തന്നെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത രീതിയിലാണ് തമിഴ് വീട് വന്നിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ ആ ഒരു സ്കീ ഏരിയ എങ്ങനെ മാറ്റി, പിന്നെ ആ എൻട്രൻസ് എങ്ങനെ മാറ്റി. സോ ഒബ്വിയസ്ലി നമ്മളെ മലയാളം സീസൺ 6 എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു രീതി തന്നെയാണ് ആ ഒരു വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി അവിടെ തന്നെയാണല്ലോ. അപ്പം ആ ഒരു സംഭവം കാര്യങ്ങൾ വീടിൻ്റെ നടുകൂടെ ഒരു വരയൊക്കെ ഇട്ട് വെച്ചിട്ട് കിഡിലാനാക്കി സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലുള്ള കുറേ പേര് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ജാക്ലിൻ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ അൻഷിത വന്നിട്ടുണ്ടായിരുന്നു, വിജയ് വിശാൽ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സജ്ജന നമ്മുടെ ഈ സിനിമയിലുണ്ടായിരുന്നു, മഹാരാജ സിനിമയിൽ വിജയ് സേതുപതിയുടെ മകളായിട്ട് അഭിനയിച്ച ആ ഒരു കുട്ടി ഉണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൃശ്യം സിനിമയിൽ ലാലേട്ടൻ്റെ മകളായിട്ട് അഭിനയിച്ച അൻസിബ ഇതിനകത്ത് വന്നിട്ടായിരുന്നു മലയാളം ബിഗ് ബോസിൽ. സോ ഇതിൽ തമിഴ് ബിഗ് ബോസിൽ മഹാരാജയിൽ വിജയ് സേതുപതിയുടെ മകളായിട്ട് അഭിനയിച്ച സഞ്ജന സജന കേസ്. ഒബ്വിയസ്ലി ഒരു കിടിലൻ കണ്ടസ്റ്റൻസ് ലിസ്റ്റ് തന്നെയാണ്. അടിപൊളി കണ്ടസ്റ്റൻസും ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഇംപ്രഷനിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ അങ്ങനെ തമിഴ് എപ്പിസോഡിൻ്റെ ഒരു ലോഞ്ചും കാര്യങ്ങളൊക്കെ കാണുന്നത് വളരെ കുറവാണ്. അപ്പം എനിക്കറിയില്ല എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ മലയാളം ബിഗ് ബോസിനെക്കാട്ടും കിടിലനായിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഒരു ഗ്രാൻഡ് എൻട്രൻസ് തന്നെ കൊടുത്തു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുടുംബാംഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി അവരോടൊക്കെ ചോദിച്ച് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നുന്ന വിജയ് സേതുപതി ആ ഒരു ബോൾഡ്നെസ് എന്തായാലും ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആ സീസൺ ഞാൻ ഒരു എക്സ്പെക്ട് ചെയ്ത ഒരു താടിയും മീശയൊക്കെ വെച്ച് നല്ല കട്ട ലുക്കിൽ കയറി വരുന്നൊരു വിജയ് സേതുപതി തന്നെയാണ്. സേതു സാർ അങ്ങനെയാണ് ഇപ്പോൾ ബിഗ് ബോസ് കൂപ്പിടുന്നത്. സേതു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ എന്തായാലും ഞാൻ താടിയും മീശയൊക്കെ വെച്ച് അങ്ങനെ ഒരു ഗ്രാൻഡ് എൻട്രൻസ് ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കുഴപ്പമില്ല, ഈ ലുക്കും നൈസായിട്ടുണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനും കൂടിയാണ് വിജയ് സേതുപതി. സോ ഒബ്വിയസ്ലി ആ ഒരു സംഭവം ഇനിയിപ്പം നമുക്ക് ഇപ്പോൾ കമൽ സാർ ഇരുന്ന ആ സ്ഥലത്ത് ഈ ഒരു വ്യക്തി വരുമ്പോൾ ഒന്ന് ഇതായി വരാനൊരു കുറച്ച് സമയം പിടിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു ഭയങ്കര ആൻറ്റിസിപ്പേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും 18 കണ്ടസ്റ്റൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി ഒരുപാട് ട്വിസ്റ്റിംഗ് ആൻഡ് ടേണിംഗ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു, പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും കണ്ടസ്റ്റൻസ് ലിസ്റ്റിലേക്ക് ഒന്ന് പോവാം. രവീന്ദ്ര ചന്ദ്രശേഖരൻ, സജന നമിദാസ്, ദർശ ഗുപ്ത നമ്മുടെ പ്രഡിക്ഷനിലുണ്ടായിരുന്നു. സത്യബ്രോ എന്തായാലും കൺഫേംഡ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദീപക് ദിങ്കർ, RJ ആനന്ദി, സുനിത ഗോഗോയ്, ഗാന സിംഗർ ജെഫ്രി, രഞ്ജിത്ത്, പവിത്ര ജാനൈ, സൗന്ദര്യ നജുദാൻ, അരുൺ പ്രസാദ്, തർഷിക, വിജയ് വിശാൽ, അൻഷിതനൊക്കെ മലയാളം ഓഡിയൻസിന് ഭയങ്കര പരിചയമുള്ള നടിയായിരിക്കും. സോ സീരിയലിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏഷ്യാനെറ്റിൽ. അർണവ്, മുത്തുകുമാരൻ ജഗദീശൻ ആൻഡ് വിജയ് ജാക്ലിൻ അവതാരികയാണ് രീതിയിൽ. സോ എന്തായാലും കിടിലൻ കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെയാണ്. എന്തായാലും പൊട്ടിത്തെറികളും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പും മീൻസ് എല്ലാ വൈബുള്ള ആൾക്കാരും ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. സോ അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് ഇതിൻ്റെ ട്രീറ്റ് ചെയ്യുന്നത് വിജയ് സേതുപതി ഈ ഒരു കണ്ടസ്റ്റൻസിനെ വെൽക്കം ചെയ്യുന്നതാണെങ്കിലും വാങ്ക എന്നൊക്കെയാണ് ഇതിൻ്റെ സജ്ജനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് അടിപൊളിയായിരുന്നു. മീൻസ് ഓരോരുത്തരെയും കണ്ടസ്റ്റൻസിനെ ട്രീറ്റ് ചെയ്യുന്നതാണെങ്കിലും അവർക്കൊരു റെസ്പെക്റ്റ് എല്ലാവരും റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എന്നല്ല, പക്ഷെ എന്നാലും ആ ഒരു സംഭവം, അതായത് നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു പോളിസിയിൽ ആ ഒരു ഷോ ഹോസ്റ്റ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓരോ സെഗ്മെൻറ്റിലാണെങ്കിലും ഹൈലൈറ്റ് ഓഫ് ദ ഷോ ഓക്കെ അത് ബിഗ് ബോസ് ഹൗസിലേക്ക് എല്ലാവരെയും കയറ്റി വിട്ടു. എന്തായാലും ഇനിയിപ്പോൾ ഓരോ ശനി ഞായറും നമ്മുടെ വിജയ് സേതുപതി വരുന്നതും ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് രസം ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനെ എടുത്തിട്ട് പൊരിക്കോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ മെൻ വേഴ്സസ് വുമൺ, ദ മെയിൽ ആൻഡ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് വെയർ സ്പ്ലിറ്റ് ഇൻ ടു സെപ്പറേറ്റ് ടീംസ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്.
സോ അതെങ്ങനെയാണ് പോകാൻ നമുക്ക് നോക്കാം. നമ്മൾ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ സീസണിൽ, തമിഴ് സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സ്മോൾ ഹൗസ് ബിഗ് ഹൗസ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ്. ഈ സീസണിൽ മെയിൽ വാസസ് വുമൺ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി തർക്കങ്ങൾക്കൊന്നും പഞ്ഞം ബിഗ് ബോസിൽ ഇല്ലല്ലോ, അല്ലെങ്കിലും അല്ലേ, തർക്കങ്ങൾക്കൊന്നും പഞ്ഞല്ല. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു അടിപൊളി ഒരു സീസണായിട്ട് ഇത് മാറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ബിഗ് ബോസ് സീസൺ 6 കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നമുക്ക് ഒരുമിച്ച് റിവ്യൂ ചെയ്യാം. ആരെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട് ഈ ഷോ കാണാനുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ആ ഒരു ഷോ കാണാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതിപ്പോൾ ആരുമില്ല, ഞാൻ മാത്രം കണ്ട്, ഞാൻ മാത്രം പറഞ്ഞ്, ഞാൻ മാത്രം വീഡിയോയും കാണുക എന്ന് പറയുമ്പോൾ ഒരു ഗത്തില്ലല്ലോ. അതുകൊണ്ട് ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഷോവിനെ പറ്റിയുള്ള, അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വിജയ് സേതുപതി എങ്ങനെയുണ്ട് ആങ്കറായിട്ട്? ഇപ്പോൾ കമൽ സാറിനെ കണ്ട സ്ഥലത്ത് ഇപ്പോൾ വിജയ് സേതുപതിനെ കാണുമ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ആക്ടറായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.